കോവക്കായ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. പിന്നെ അതിൽ ഞാൻ രുചി കൂടാനുള്ള 1-2 ടിപ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ കോവക്കായയിൽ പ്രകൃതിദത്തമായിട്ട് തന്നെ നല്ലോണം ഇൻസുലിൻ അടങ്ങിയുള്ളതാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ കോവക്കായ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് കോവല് ഉപ്പിലിട്ടിട്ടും തോരനൊക്കെ വെക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കോവക്കായ എങ്ങനെ ഉപ്പിലിടുന്ന നോക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ കോവൽ തന്നെയാണ്. അപ്പം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോവക്കായ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ടേസ്റ്റ് കൂടാനുള്ള ചെറിയൊരു ടിപ്പും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി കോവൽ നമുക്ക് ഉപ്പിലിട്ടത് കാണാം. കോവക്കായ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് വലിയ കോവൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിപ്പം കൂടിയാലും ചള്ളാണ്. ഇത് നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആവി കയറ്റണം. അപ്പോഴാണ് അതിൻ്റെ പശ പോലത്തെ ഒരു ടേസ്റ്റ് മാറി കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊന്ന് ആവി കയറ്റാം. അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ആവി വരാൻ മാത്രമായിട്ട്. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് കോവക്കായ നല്ലോണം കഴുകി ഒന്ന് തുടച്ചെടുത്തതാണ്. ഇതൊന്ന് ആവി വന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കണം. അപ്പോഴതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വേറൊരു ഈ ലൈറ്റ് പച്ച മാറി വേറൊരു കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് ആയതിന് നമുക്കിതൊന്ന് തുറക്കാം. കോവക്കായൊക്കെ ഒന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആവി ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ കോവക്കായ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കോവക്കായ്ക്ക് കടിക്കുമ്പോൾ ഒരു പശ ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആവി കയറ്റിയിട്ട് ഉപ്പിലിടുന്നത്. ഇത് നമുക്ക് ഓഫ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കളറായാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എടുക്കാം. കോവക്കായ പുഴുങ്ങിയെടുക്കുന്നത് ഇതൊരു ടിപ്പാണ്. കോവക്കായ ഉപ്പിലിടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണത്. ഇതൊന്ന് ചൂടാറിട്ടത് നല്ല ആവി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട് ഉപ്പിലിടണമെങ്കിൽ. ഇതിപ്പോൾ നല്ലൊരു പച്ചമാങ്ങയാണ് എടുത്തുള്ളത്. പച്ചമാങ്ങ തോല് കളഞ്ഞെടുത്തതിന് ഇതും കൂടി ഒന്ന് നമ്മൾ ചെറുതാക്കി ചേർക്കേണ്ടത്. ഇതുപോലെ കോവക്കായയുടെ പോലെ തന്നെ നീളത്തിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ പുളിരസം കൂടി നമ്മൾ ഉപ്പിലിട്ടയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നമ്മുടെ കോവക്കായ വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചിലർ കട്ട് ചെയ്തിട്ട് ഇടും, കട്ട് ചെയ്തിട്ട് ഇടണമെന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടാലും പെട്ടെന്ന് ആയിക്കോളും. അപ്പം നമ്മൾ മാങ്ങ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കോവക്കായ ഉപ്പിലിടുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പെടുക്കണം. കുറച്ച് മുൻപന്തി നിൽക്കണം ഉപ്പ്. പിന്നെ 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. വിനാഗിരി 1 കപ്പ്. പിന്നെ നല്ലോണം തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണത്. ഇനി നമുക്ക് കോവക്കായ ഉപ്പിലിടാം. ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ കുപ്പിനത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പൂപ്പിലൊന്നും പെട്ടെന്ന് വരില്ല. അതാണ് നമ്മൾ എടുക്കുന്നത്. ചൂടാറിയിട്ട് കണ്ട നല്ല ചൂടാറിയിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അഞ്ച് പച്ചമുളക് നമുക്ക് കീറി ചേർക്കാം. നല്ല എരിവുള്ള മുളകാണ്, അതിന് 5 എണ്ണം ചേർത്തിട്ടുള്ളത്. എരിവില്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി അധികം ചേർക്കാം. പിന്നെ ഒരു പച്ചമാങ്ങ നുറുക്കിയത് ചേർക്കാം. പിന്നെ 1/2 കപ്പ് ഉപ്പ് ചേർക്കാം. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ചേർക്കാം. 3/4 ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ വിനാഗിരി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ പാകമാവും. അപ്പം മാങ്ങയുടെ പുളിയും അതുപോലെ തന്നെ വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ ഉള്ള കാരണം ഈ കോവക്കായ വളരെ ടേസ്റ്റ് ഉള്ളതും ആവാം. അപ്പം നമ്മുടെ കോവക്കായ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. പൂപ്പലൊന്നും അധികം വരില്ല. വളരെ നല്ല ടേസ്റ്റോട് കൂടി ഇരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്.